ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE. ഇത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കമ്പാരിസൺ നിർത്തുകയാണ്. കൂടുതൽ പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണോ അതോ കുറഞ്ഞ പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണോ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസ്പെക്റ്റീവിൽ കൂടുതൽ മെച്ചപ്പെട്ടത്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നതാണ്, ROE. ഇത് കണ്ടുപിടിക്കുന്നത് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ആ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ എത്ര പെർസെന്റ് ആണ് നമ്മുടെ കമ്പനിയുടെ നെറ്റ് ഇൻകം എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി കിട്ടി. അത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ കമ്പനിയുടെ തന്നെ പല വ്യത്യസ്ത ഇയറുകളിലെ ROEയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെക്ടറിലുള്ള കമ്പനി, ഫോർ എക്സാമ്പിൾ നമ്മൾ FMCG കമ്പനികളാണെങ്കിൽ ആ ഒരു മേഖലയിലുള്ള കമ്പനികളുമായിട്ട് ഏകദേശം അതിന് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ സിമിലർ ആയിട്ടുള്ള കമ്പനികളുടെ ROE നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരേ കമ്പനിയുടെ തന്നെ പല പീരീഡുകളിലുള്ള ROE നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല റിട്ടേൺസ് ഏത് കമ്പനിക്കാണ് ഉള്ളത് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇത് മാത്രമല്ല, മറ്റ് പല പിന്നെ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, വാല്യൂ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിലെ ഒരെണ്ണം ഇതാണ് ROE. അപ്പോൾ കമ്പനി എത്രമാത്രം ലാഭകരമായിട്ടാണ് നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സിന്റെ പണമാണ് കമ്പനിയിൽ കിടക്കുന്നത്, അത് എത്രമാത്രം ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ലാഭകരമായിട്ട് കമ്പനി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രമാത്രം ഒരു പെർസെന്റ് എന്നുള്ളതിൽ അവർ ജനറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു ഫോർമുല വഴി നമുക്ക് കിട്ടും. കൂടുതൽ റിട്ടേൺസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് നല്ല എഫിഷ്യൻസ് ആയിട്ട് ഉള്ള ഒരു ക്യാപിറ്റലിന്റെ ഉപയോഗം അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ പലിശയ്ക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കും. കാരണം അവിടെയാണ് കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോഴും കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാനാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ കമ്പനി എ, ഫോർ എക്സാമ്പിൾ, അവർ 250 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ അവിടുത്തെ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 500 കോടി രൂപയാണ്. 500 കോടി രൂപ അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് 250 അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 50%. പക്ഷേ കമ്പനി ബി 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി എങ്കിലും അവരുടെ കയ്യിലുള്ള ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 5000 കോടിയാണ്. 5000 കോടി രൂപയുടെ പിന്നെ പ്രവർത്തനം അവിടെ നടന്നപ്പോൾ, ബിസിനസ് അല്ലെങ്കിൽ കമ്പനിയിലുള്ളപ്പോഴാണ് അവർ അതിനകത്ത് 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അവിടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണ്? 20%. സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി എ എന്ന് പറയുന്നത്, അതായത് ഈ കമ്പനി 250 കോടി രൂപ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ അത് ഈ 1000 കോടി ഉണ്ടാക്കിയ കമ്പനിയേക്കാൾ 2.5 ഇരട്ടി മെച്ചമാണ്. കാരണം 2.5 ഇരട്ടി പ്രോഫിറ്റ് എമൗണ്ട് അല്ല പറയുന്നത്, പെർസെൻറ്റേജ് റിട്ടേൺസ് അത്രയും അവർ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കമ്പനികൾ രണ്ടും ഏകദേശം ഒരേ ഫീൽഡിലും ഒക്കെ ഉള്ളവയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കമ്പനി എ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പരിഗണിക്കേണ്ടത് കമ്പനി ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാപിറ്റൽ നല്ല രീതിയിൽ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് മത്സരിക്കുവാനുള്ള ചില അഡ്വാൻറ്റേജുകൾ ആ മാർക്കറ്റിലുണ്ട്. കോമ്പൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് നമ്മുടെ ക്യാപിറ്റൽ വളരെ വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ ഉള്ള സാധ്യത ഈ കമ്പനിക്കുണ്ട്. ഇൻ ഫ്യൂച്ചർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നമുക്ക് നല്ല രീതിയിലാണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുക. അതായത് കോമ്പൗണ്ടിങ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കമ്പനി എയിലെ 50% റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഇരട്ടിയാകാൻ 2 വർഷം പോലും ആവശ്യമില്ല. 1 വർഷവും 6 മാസവും കഴിയുമ്പോൾ ആ ഒരു തോതിൽ
നമുക്ക് ക്യാപിറ്റൽ ഇരട്ടിയാകാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെയുണ്ട്. പക്ഷെ അതേസമയം കമ്പനി ബിയിൽ 20% മാത്രമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളത്. അവിടെ 4 വർഷത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ ഇരട്ടിയാവുകയുള്ളൂ. ഈ ഒരു ഐഡിയ ആണ് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുക. ഷെയർ ഹോൾഡേഴ്സിന്റെ പേരത്ത് കമ്പനി എ, അതായത് കുറഞ്ഞ പ്രോഫിറ്റ് എന്നാൽ കൂടിയ റിട്ടേൺസ് ഉണ്ടാക്കിയ കമ്പനിക്കാണ് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിന് മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുക. പക്ഷേ ഇത് നമ്മൾ പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ചെയ്യുന്ന കൂട്ട് തന്നെ ഇതിനകത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കടമെടുത്ത് ഒരുപാട് പണം കടമെടുത്ത് കഴിഞ്ഞാൽ അത് ഇക്വിറ്റിക്കകത്ത് വരണമെന്നില്ല. പക്ഷേ കമ്പനിക്ക് പെർഫോമൻസ് ഉണ്ടാകും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതുകൊണ്ട് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. വൺ ടൈം പ്രോഫിറ്റ് സ്പൈക്സ് ക്യാൻ മിസ്ലീഡ്. ചില സിറ്റുവേഷൻസിൽ ചില കമ്പനികൾക്ക് ഏതെങ്കിലും നല്ല രീതിയിലുള്ള ചില ഡീലുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പ്രോഫിറ്റ് കണ്ടേക്കാം. പക്ഷെ അത് അടുത്ത ഒരു പീരീഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു അവസരം അവിടെ വന്നിട്ടില്ല എങ്കിൽ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ, കൺസിസ്റ്റൻസി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഒരു പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും അറിയാതെ കൂടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ ഫോർമുല വളരെ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺസ് അവിടെ കാണിക്കുമെങ്കിലും അത് ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അത് ശ്രദ്ധിക്കണം. പിന്നെ ഷെയർ ബൈബാക്കിൽ സംഭവിക്കുന്നത് കമ്പനി തന്നെ ഷെയറുകൾ വാങ്ങുകയാണ് മാർക്കറ്റിൽ നിന്ന്. കമ്പനി ഷെയർ വാങ്ങുമ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള പൈസ, അതായത് കമ്പനിക്ക് അകത്തുനിന്ന് പൈസ എടുത്തിട്ടാണ് കമ്പനി ഷെയർ വാങ്ങുക. അത് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് റിട്ടേൺ ഓൺ ഈക്വിറ്റിയുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട്, ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ 3 സിറ്റുവേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.